ബൈക്ക് അപകടത്തെ തുടർന്ന് മസ്തിഷ്ക മരണം സംഭവിച്ച കണ്ണൂർ സ്വദേശി അർജുന്റെ അവയവങ്ങൾ 4 പേർക്ക് പൊതുജീവൻ നൽകും. ഹൃദയം എയർ ആംബുലൻസിൽ കൊച്ചി മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയാണ്. അനീസലി വിവരങ്ങൾ നൽകും. അനീസലി, അങ്ങനെ 4 പേർക്ക് പൊതുജീവൻ നൽകാനായി വലിയൊരു അവയവദാനം കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ കൂടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഹൃദയം കൊച്ചിയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അനീസ്? ഏജൻസി 28-ാം തീയതിയാണ് കണ്ണൂർ ചെങ്ങളായി സ്വദേശിയായ 28-കാരൻ ബൈക്ക് അപകടത്തിൽ വലിയ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ മരണം ഇന്നലെ സംഭവിച്ചിരുന്നു. മരണം ഉറപ്പായ ഘട്ടത്തിൽ, മസ്തിഷ്ക മരണം ഉറപ്പായ ഒരു ഘട്ടത്തിലാണ് അടുത്ത ബന്ധുക്കൾ അവയവങ്ങൾ ദാനം ചെയ്യാൻ തീരുമാനിച്ചത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ 4 പേർക്ക് പൊതുജീവൻ ലഭിക്കുന്നത്. ഹൃദയം കൊച്ചിയിലെ മിംസ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 48-കാരനായ ഒരു മലപ്പുറം സ്വദേശിക്കാണ് ഹൃദയം നൽകുന്നത്. അതിനുവേണ്ടി രാവിലെ 6 മണി മുതലാണ് ശസ്ത്രക്രിയ ആരംഭിച്ചത്. 9 മണി, ഇപ്പോൾ അല്പസമയം മുമ്പ് അദ്ദേഹത്തെ ആ ഹൃദയവുമായി ഇപ്പോൾ കൊച്ചിയിലേക്കുള്ള മിംസ് ആശുപത്രിയിലേക്ക് എയർ ആംബുലൻസിൽ ഹൃദയം കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്ന് അത് കൊണ്ടുപോയത്. അതിനുശേഷം ഇനി 3 അവയവങ്ങൾ കൂടിയാണ് ദാനം ചെയ്യുന്നത്. അതിൽ 2 കിഡ്നികൾ, ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുള്ള രോഗിക്കും മറ്റൊന്ന് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗിക്കുമാണ്. മറ്റ് കരൾ അദ്ദേഹം നൽകുന്നുണ്ട്. അത് കോഴിക്കോട് ദേവി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന ഒരാൾക്കാണ്. എന്തായാലും ദാരുണമായ ഒരു അപകടത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു. അദ്ദേഹം മരണം ഉറപ്പാകുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കളാണ് ബാക്കി 4 പേർക്ക് ഇദ്ദേഹത്തിന്റെ അവയവങ്ങൾ ദാനം ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. എന്തായാലും അത് അല്പസമയത്തിനകം രോഗികളിൽ പുതിയ ജീവനായി പിടിച്ചു തുടങ്ങും. അത് വലിയ ഒരു ആശ്വാസമാണ്. ഏതായാലും ഒരാൾ മരണപ്പെടുന്നു എന്നൊരു പ്രയാസമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ അവയവങ്ങൾ മറ്റു 4 പേരിൽ, അതും 4 ജില്ലകളിലുള്ള രോഗികൾക്ക് കൂട്ടാവുന്നു എന്ന ഒരു ആശ്വാസം ആ കാര്യത്തിലുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് കണ്ണൂർ മിംസ് ആശുപത്രിയിൽ നിന്ന് എയർ ആംബുലൻസിൽ ഹൃദയം കൊച്ചിയിലെ മിംസ് ആശുപത്രിയിലേക്ക് പോയിട്ടുള്ളത്. അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് അതുമായുള്ള ഡോക്ടർമാരുടെ സംഘം പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി ബാക്കി 3 അവയവങ്ങൾ റോഡ് മാർഗമാണ് കോഴിക്കോട് ജില്ലയിലേക്കും എത്തുന്നത്. കോഴിക്കോട് ജില്ലയിലെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്കും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിലേക്കുമാണ് 2 അവയവങ്ങൾ വരുന്നത്. പിന്നെ കണ്ണൂരിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ആ കണ്ണൂർ മിംസ് ആശുപത്രിയിൽ തന്നെയാണ് മറ്റൊരു കിഡ്നി ഒരു രോഗിക്ക് ഉപയോഗിക്കുന്നത്. ശരി, അനീസലിയാണ് വിവരങ്ങൾ നൽകിയത്.